നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മഞ്ഞളുമായിട്ടാണ് തുഷാരം വ്ലോഗ്സ് ഇന്ന് എത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ട കുർക്കുമ ലോങ്ങ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ചെടിയാണ് മഞ്ഞൾ. ഇംഗ്ലീഷിൽ ഇതിനെ ടർമറിക് എന്നും ഹിന്ദിയിൽ ഹൽദി എന്നും അറിയപ്പെടുന്നു. മഞ്ഞൾ ഇന്ത്യ, ചൈന, ഈസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ കേരളം, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മഞ്ഞൾ കൃഷിയുള്ളത്. നട്ട് 7-8 മാസമാകുമ്പോൾ മഞ്ഞൾ ചെടി പിഴുത് മഞ്ഞൾ വിളവെടുക്കുന്നു. ശേഖരിച്ച മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പാകപ്പെടുത്തിയാണ് ഭക്ഷണത്തിലും മറ്റും ഉപയോഗിക്കുന്ന മഞ്ഞൾ തയ്യാറാക്കുന്നത്. മഞ്ഞളിൻ്റെ പൊടി കറിപ്പൊടികളിലും ഭക്ഷണ സാധനങ്ങൾക്ക് നിറം നൽകാനും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ചില മരുന്നുകളിലും അണുനാശിനിയായും ഉപയോഗിച്ചു വരുന്ന മഞ്ഞളിൻ്റെ രോഗനാശന ശക്തിയെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന പദത്തിന് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിലെ പല ചടങ്ങുകളിലും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ ചിനപ്പുകളാണ് നടീൽ വസ്തുവായി തിരഞ്ഞെടുക്കുന്നത്. തടങ്ങളിൽ വിളകൾ നടാവുന്നതാണ്. തടങ്ങൾക്ക് 1.2 മീറ്റർ വീതിയും 3 മീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ ഉയരവും ആകാവുന്നതാണ്. തടങ്ങൾ തമ്മിൽ അകലം 40 സെൻറ്റിമീറ്ററും ആയിരിക്കണം. ഒരേക്കറിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏക്കറിന് 60 കിലോഗ്രാം റോക്ക് ഫോസ്ഫറസും 20 കിലോഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യം അടിവളമായി ചേർക്കുന്നുണ്ട്. 20x30 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറു കുഴികളെടുത്താണ് വിത്ത് നടുന്നത്. പ്രാചീന കാലം മുതലേ പ്രചാരത്തിലിരിക്കുന്ന ഒരു മസാല വ്യഞ്ജനമാണ് മഞ്ഞൾ. പ്രസവിച്ച സ്ത്രീകൾക്ക് പച്ചമഞ്ഞളും നാട്ടുമാവിൻ്റെ തൊലിയും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ നൽകുന്നത് കേരളത്തിൽ പരമ്പരാഗതമായി ഉള്ള ഒരു രീതിയാണ്. വിഷജന്തുക്കളുടെ കടി, ഉദരപ്പുണ്ണ്, കുഴിനഖം, മുറിവ്, പഴുപ്പ് എന്നിങ്ങനെ പല രോഗങ്ങൾക്കും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യ സംവർദ്ധക ലേപന സംബന്ധമായ ഉപയോഗങ്ങളും ഇതിനുണ്ട്. മഞ്ഞൾ നമ്മുടെ ഇന്ത്യൻ പാചകരീതിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. മഞ്ഞൾ വീക്കം കുറയ്ക്കാനും ആന്തരിക പരിക്കുകൾ സുഖപ്പെടുത്താനും ശൈത്യകാലത്ത് ശരീരത്തെ പനിയിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു. സുവർണ സുഗന്ധവ്യഞ്ജനം എന്ന് വിളിക്കപ്പെടുന്ന മഞ്ഞൾ ആയുർവേദത്തിൽ നിരവധി പഴക്കമുള്ള പരിഹാരങ്ങളിൽ കാണാം. ടിന്നിലടച്ച പാനീയങ്ങൾ, ബേക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, തൈര്, മഞ്ഞക്കേക്കുകൾ, ഓറഞ്ച് ജ്യൂസ്, ബിസ്ക്കറ്റുകൾ, പോപ്കോൺ, ധാന്യങ്ങൾ, സോസുകൾ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു. കറി പൗഡറുകളിലെ പ്രധാന ചേരുവയാണിത്. സാധാരണയായി ഉണക്കിപ്പൊടിച്ച രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇഞ്ചി പോലെ മഞ്ഞളും പുതുതായി ഉപയോഗിക്കുന്നു. മഞ്ഞളിനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.